ജനനായകരിതാ നമ്മുടെ ഹെൽത്ത് കാർഡിന്റെ വിതരണോദ്ഘാടനം പ്രിയപ്പെട്ട വേലായുധേറ്റന് നൽകി നിർവഹിക്കുന്നു. നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് ഈ ചടങ്ങിനെ ധന്യമാക്കാം. പ്രിയമുള്ളവരെ, നമസ്കാരം. ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഇനി MLA ഹെൽത്ത് കാർഡ് തണലിൽ. നജീബ് കാന്തപുരം MLA ആണ് ഇവർക്ക് ഹെൽത്ത് കാർഡ് പദ്ധതി ഒരുക്കിയത്. നഗരസഭാ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നജീബ് കാന്തപുരം MLA ഹെൽത്ത് കാർഡ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഓട്ടോ ടാക്സി തൊഴിലാളികളെ ഹെൽത്ത് കാർഡിന്റെ തണലിലാക്കി വേറിട്ട മാതൃക തീർക്കുകയാണ് MLA നജീബ് കാന്തപുരം. പെരിന്തൽമണ്ണയിലെ 8 ആശുപത്രികളിൽ ഹെൽത്ത് കാർഡിന്റെ ആനുകൂല്യം ലഭ്യമാകും. സമൂഹത്തിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളെയും സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകരെയും ചേർത്ത് പിടിക്കുന്നതിനായാണ് നജീബ് കാന്തപുരം പ്രത്യേക ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരുക്കിയത്. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും തയ്യൽ തൊഴിലാളികൾക്കും ഇത് ഏറെ ആശ്വാസമാവുകയാണ്. ഹെൽത്ത് കാർഡിനൊപ്പം അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. ജനനായകരിതാ നമ്മുടെ ഹെൽത്ത് കാർഡിന്റെ വിതരണോദ്ഘാടനം പ്രിയപ്പെട്ട വേലായുധേറ്റന് നൽകി നിർവഹിക്കുന്നു. നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് ഈ ചടങ്ങിനെ ധന്യമാക്കാം. പ്രിയമുള്ളവരെ, ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യം, ദിവസം 200 രൂപ ബാക്കിയാവാത്തവരൊക്കെ അതിദരിദ്രരാണെന്നാണ്. അപ്പം നിങ്ങൾ പലപ്പോഴും പല ദിവസവും അതിദരിദ്രരാണ് അല്ലേ? അതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഒരൊറ്റ കാര്യം ആലോചിച്ചിട്ടുള്ളൂ. ഈ നാട്ടിലെ ഏറ്റവും പാവങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് മാത്രമാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് എന്താണെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞങ്ങൾ 3 വർഷം മുമ്പാണ് ഇവിടുത്തെ അംഗൻവാടി ടീച്ചർമാർക്കും ആയമാർക്കും ആശാ വർക്കർമാർക്കും ഹരിതകർമ്മസേന വളണ്ടിയർമാരും ഉൾപ്പെടെ 1000-ഓളം സ്ത്രീകൾ നമ്മളെ നാട്ടിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണ് അല്ലേ? നമ്മളൊക്കെ വീട്ടിൽ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ചു വിചാരിക്കുക. നമ്മളെ നാട്ടിൽ നമുക്ക് പേടിയാണ് മഞ്ഞപ്പിത്തമുള്ള വീട്ടിലേക്ക് പോകാൻ അല്ലേ? എന്നാൽ സ്വന്തം ശരീരത്തിൻ്റെ സെക്യൂരിറ്റി പോലും ബാധകമാക്കാതെ ശ്രദ്ധിക്കാതെ നമ്മളെ വീട്ടിലേക്ക് വന്ന് നമ്മളെ കിണറിൽ ക്ലോറിൻ ഇടുന്ന ആൾക്കാരാണ് ആശാ വർക്കർമാർ എന്ന് പറയുന്നത്. അവരുടെ ശമ്പളം വളരെ കുറവാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഒരു ദിവസം അവർ വീണുപോയാൽ ആരാണ് അവരെ ഡോക്ടറെ കൊണ്ട് പോയി കാണിക്കാനുള്ളത്? ഏത് സംവിധാനത്തിൽ നിന്നാണ് അവർക്കൊരു പൈസ കിട്ടുന്നത്? ഒന്നുമില്ല. ഞാൻ അവർക്ക് വേണ്ടി ഈ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു പുതുമയായിരുന്നു. പക്ഷേ ഞാൻ അഭിമാനത്തോടെ ഇന്നും പറയുന്നു, പല പരിഹാസങ്ങളും ഇന്നും ഞാൻ നേരിടുന്നുണ്ട്. ഓട്ടോ ഡ്രൈവർമാർക്ക് ഈ കാർഡ് കൊടുക്കുമ്പോൾ എന്നെ കളിയാക്കുന്നത് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഏജൻ്റാണെന്നാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഏജൻ്റ് അല്ല, ഓട്ടോ ഡ്രൈവർമാരുടെ ഏജൻ്റാണ്. നിയോജക മണ്ഡലത്തിലെ അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പരിരക്ഷ വളണ്ടിയർമാർ, ട്രോമാ കെയർ വളണ്ടിയർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആംബുലൻസ് ഡ്രൈവർമാർ, വഴിയോര കച്ചവടക്കാർ, കുടുംബശ്രീ CDS അംഗങ്ങൾ എന്നിവർക്ക് ഇതിനോടകം ഹെൽത്ത് കാർഡ് നൽകിയിരുന്നു. 1500 പേർക്കാണ് പുതുതായി ഹെൽത്ത് കാർഡ് നൽകിയത്. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന ഹെൽത്ത് കാർഡ് വിതരണോദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. അതിനോട് ചേർന്നു നിന്നവരാണ് നമ്മളുടെ ഈ നിയോജക മണ്ഡലത്തിലെ ഈ സ്വകാര്യ ആസ്പത്രികൾ എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അവർക്ക് വേണമെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമാകാതിരിക്കാം, ഞങ്ങൾ നിൽക്കില്ല എന്ന് പറയാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പ്രത്യേകമായി പറയാം. 1000 സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം കിട്ടുമ്പോൾ ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു, ഇതവിടെ ഹോസ്പിറ്റലിലെ പ്രതിനിധികളുണ്ട്, ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു, നമ്മളെ നാട്ടിൽ ഈ 1000 സ്ത്രീകളെ പോലെ പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, അവർ ഈ നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാരാണ്, അവരെയും കൂടി നിങ്ങളൊന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. ഒരു പ്രയാസവുമില്ലാതെ ഇവരെല്ലാം പറഞ്ഞു, ഞങ്ങൾ കൂടെ നിൽക്കാം, ഞങ്ങൾ കൂടെ നിൽക്കാം. ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നത് ഈ നാട്ടിലെ 8 ഹോസ്പിറ്റലുകൾ നമ്മളുടെ ഈ സ്കീമിൽ പങ്കാളികളായിട്ടുണ്ട്. അവർ കാണിച്ച വിശാല മനസ്കതയെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഒരു ദിവസം പനിച്ചു കിടന്നാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം മുടങ്ങൂല, പക്ഷെ നിങ്ങൾക്ക് കൂലി മുടങ്ങും ഇല്ലേ? ഒരു ദിവസം നിങ്ങൾക്കൊരു അസുഖം ഉണ്ടായിട്ട് ആസ്പത്രിയിൽ കിടന്നാൽ 10 രൂപ ഡിസ്കൗണ്ട് ഞങ്ങളൊക്കെ വിളിച്ചിട്ട് കിട്ടിയാൽ എന്തൊരാശ്വാസമാണ്.
ഒരു 10,000 ഉറുപ്യ അല്ലേ? 5,000 ഉറുപ്യ കിട്ടിയാൽ അത് കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്കീമാണ് ഈ പദ്ധതി എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം സൗജന്യമാക്കി തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എല്ലാ ഹോസ്പിറ്റലുകളും ഞങ്ങൾക്ക് അതിന് സഹായിക്കുകയാണെങ്കിൽ അതിന് സന്തോഷമുണ്ട്. പക്ഷെ അതാർക്കും കഴിയില്ല. എന്നാലും കിട്ടാവുന്ന അത്രയും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കൽ തന്നെയാണ് നമ്മളുടെ ഉദ്ദേശം. ഇതിനോടൊപ്പം നമ്മളൊരു ആക്സിഡൻസ് ഇൻഷുറൻസ് പോളിസി കൂടി തരികയാണ്. അത് നമ്മളുടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് MLA എന്ന നിലയിൽ നേരിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ആ പോളിസി ഇവിടെ ഏർപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആർക്കും ഒരു അപകടവും പറ്റാതിരിക്കട്ടെ. പക്ഷെ എപ്പോഴും അപകടകരമായ ഓട്ടോടുന്നവരാണ് നിങ്ങൾ. ഒരു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ആയി ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകാൻ നിങ്ങൾ ഓടുമ്പോൾ വഴിയിൽ വെച്ച് നിങ്ങൾ ആക്സിഡൻറ്റിൽപ്പെട്ട എത്ര അനുഭവം നമ്മൾ മുമ്പിലുണ്ട്. ആരാ നിങ്ങളെ സഹായിക്കാനുള്ളത്? അങ്ങനെ സഹായിക്കാനുള്ളൊരു ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ കൂടെ നൽകുന്നത് എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ MB ഫസൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ മാസ്റ്റർ, ദിനേശൻ കണക്കഞ്ചേരി, സബിത, അഡ്വക്കേറ്റ് S അബ്ദുൽ സലാം, പച്ചേരി ഫാറൂഖ്, നബീൽ വട്ടപ്പറമ്പ്, നൌഫൽ, ശ്രീരാം, ബഷീർ കട്ടുപാറ, ഉസ്മാൻ തെക്കത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.